കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Unity Center for Medical and Computer Education, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഉയർന്ന ആയുർദൈർഘ്യവും കുറഞ്ഞ ജനന മരണനിരക്കും കാരണം ഇന്ത്യയിൽ പ്രായമായവരുടെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് പല തലത്തിലുള്ള വെല്ലുവിളികളും സംസ്ഥാനം നേരിടുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്കുള്ള യുവജനങ്ങളുടെ കുടിയേറ്റവും പ്രശ്നം സങ്കീർണമാക്കുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ്, രജിസ്ട്രേഷൻ, ആരോഗ്യം എന്നീ വകുപ്പുകളിലെ ജീവനക്കാർക്കായി സംസ്ഥാനത്ത് സർക്കാർ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചും വയോജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി നിലവിൽ വന്ന നിയമങ്ങളെക്കുറിച്ചും വയോജനങ്ങൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു 3 വകുപ്പുകളിലെങ്കിലും ജീവനക്കാർക്ക് ശരിക്കും ഇതിന്റെ ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ജനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു അവബോധമാണ്. മാതാപിതാക്കളെ, മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അതൊരു ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, ഇപ്പൊ നിയമം 2007 മുതലുണ്ടെങ്കിലും ഞാനിവിടെ ചോദിച്ചു, സ്വാഗത പ്രസംഗത്തിൽ നിയമം 2008 എന്ന് പറഞ്ഞപ്പോ ഇതിനകത്ത് 2007 എന്ന് എഴുതിയപ്പോ ഇതെന്താണ്, എപ്പോഴാണ് എന്ന് പറഞ്ഞപ്പോ 2007 ഉണ്ടായി, 2008 മുതൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുമ്പോഴും നിലവിലും ഇപ്പോഴും ഈ 2024 നമുക്കറിയാം, വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവര്, ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ, അവഗണിക്കപ്പെടുന്നവര്, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ചടങ്ങിൽ അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി. അപ്പൊ ഏത് വിഭാഗം ആൾക്കാർക്കാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് വിഭാഗം ആൾക്കാർക്കാണ് ഈ ക്ലാസ് എടുക്കേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാനാണ് പറഞ്ഞത്, അതിൽ ഏറ്റവും കൂടുതൽ ഈ ക്ലാസ് ഈ നിയമത്തെ കുറിച്ച് അവഗാഹം ഉണ്ടാകേണ്ടത് പോലീസ് സ്റ്റേഷനിലെ PRമാർക്ക്, അതുപോലെ ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ആണ് എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ആക്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ട ലംഘനങ്ങള് റവന്യൂ ഡിവിഷൻ RDOക്കാണ് ഇതിന്റെ അധികാരം ഏറ്റവും കൂടുതൽ RDOക്കാണ്. അപ്പൊ പോലീസിന് ഇതിൽ വളരെ അവരെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്കറിയാം, സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോജക്റ്റുകളും അതുപോലെ സഹായങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് PK ജയേഷ് കുമാർ സ്വാഗതവും കാഞ്ഞങ്ങാട് മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രസീത നന്ദിയും പറഞ്ഞു. വയോജന സംരക്ഷണ നിയമത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് വിനയ് മാങ്ങാട്ടും വയോജനങ്ങളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൽബിനും വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ സീനിയർ ക്ലർക്ക് PK രഘുനാഥനും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.